നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പവർ പോയിൻ്റ് ക്ലാസ്സുകളാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഒരുവിധം ടോപ്പിക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? ഇതിൽ ഏതാണ് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? MS Access, പവർ പോയിൻ്റ്, MS Excel, വേർഡ് പ്രോസസ്സർ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഏതാണ്. പവർ പോയിൻ്റ്, MS പവർ പോയിൻ്റ് ആണ് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ പ്രസൻറ്റേഷൻസ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? പവർ പോയിൻ്റ് ആണ്. വേർഡ് പ്രോസസ്സർ എന്താണ്? ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കാൻ യൂസ് ചെയ്യുന്നു. MS Excel എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കാൻ, അതായത് ലാർജ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സൽ യൂസ് ചെയ്യുന്നത്. ആക്സസ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് MS Access എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പവർ പോയിൻ്റ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ലൈഡ് ഓറിയൻറ്റേഷൻ ഓപ്ഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദി. എവിടെയാണ് സ്ലൈഡ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്? ഇൻസേർട്ട് ടാബ്, അനിമേഷൻ ടാബ്, ഡിസൈൻ ടാബ്, വ്യൂ ടാബ്. ഏതിനകത്താണ് വരുന്നത്? നമുക്ക് പവർ പോയിൻ്റ് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇൻസേർട്ടിനകത്താണോ അതോ ഡിസൈനകത്താണോ അനിമേഷനകത്താണോ? ഡിസൈൻ ടാബ് നോക്കിയേ. ഡിസൈൻ ടാബിലാണ് പേജ് സെറ്റപ്പും സ്ലൈഡ് ഓറിയൻറ്റേഷനും വരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡിസൈൻ ടാബാണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ഡിസൈൻ എലമെൻറ്റ്സ് യു ക്യാൻ അപ്ലൈ ടു സ്ലൈഡ്സ് ഇൻ യുവർ പ്രസൻറ്റേഷൻ. നമ്മുടെ സ്ലൈഡ്സിലെ പ്രസൻറ്റേഷൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഡിസൈൻ എലമെൻറ്റ്സിനെ പറയുന്നത് എന്താണ്? തീംസ് ആണോ, ഫോണ്ട് ആണോ, പാലറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് നമ്മൾ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? തീംസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ കമ്പോണൻ്റ് ഓഫ് എ സ്ലൈഡ്? നമ്മുടെ സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് ഏതാണ്? ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഡ്രോയിങ് ഒബ്ജക്റ്റ്, ഹാൻഡ് ഔട്ട്സ്. ഇതിലേതാണ്? നമ്മളൊരു സ്ലൈഡ് എടുക്കുമ്പോൾ നമുക്കറിയാം എന്താ, ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, ടൈറ്റിൽ കൊടുക്കാൻ പറ്റും, സബ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും, ഒബ്ജക്ട്സ് ഒക്കെ ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് അല്ലാതെ വരുന്ന ഏതാണ്? ഹാൻഡ് ഔട്ട്സ് ആണ്. ഇത് മാസ്റ്റർ സ്ലൈഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഹാൻഡ് ഔട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ഈസ് നോട്ട് അവൈലബിൾ ഓൺ ലെഫ്റ്റ് പാനൽ വെൻ യു ഓപ്പൺ എ പ്രസൻറ്റേഷൻ? ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് പാനലിൽ അവൈലബിൾ അല്ലാത്തത് ഏതാണ്? ഔട്ട്ലൈൻ ആണോ, സ്ലൈഡ്സ് ആണോ, നോട്ട്സ് ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? എന്താണ് അവൈലബിൾ അല്ലാത്തത്? പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഇതിൻ്റെ ലെഫ്റ്റ് പാനൽ, നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലൊരു പാനൽ കണ്ടോ? ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ലൈഡ്സ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഔട്ട്ലൈനും കാണാൻ പറ്റും. അപ്പം നമുക്ക് അവൈലബിൾ അല്ലാത്തത് ഏതായിരിക്കും? നോട്ട്സ് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ വന്നേക്കുന്ന ഓപ്ഷൻ ഓൾ ദ എബോവ് ആർ അവൈലബിൾ എന്ന്. അപ്പം അതുമല്ല, ഏതുമല്ല, നോട്ട്സ് ആണ് നമുക്ക് അവൈലബിൾ അല്ലാത്തത്. അപ്പം ഔട്ട്ലൈനും സ്ലൈഡ്സും എന്താണ്? നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓൾ ദ എബോവ് ആർ അവൈലബിൾ എന്നല്ല വരേണ്ടത്, നൺ ഓഫ് ദീസ് അങ്ങനെ ഓപ്ഷൻ വരേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഓൾ ദ എബോവ് ആർ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈനും സ്ലൈഡ്സും നോട്ട്സും അവൈലബിൾ ആണെന്നല്ലേ വരുന്നത്. അപ്പോൾ നോട്ട്സ് നമുക്ക് അവിടെ എന്തായാലും അവൈലബിൾ അല്ല. അപ്പോൾ അതെന്തായാലും നൺ ഓഫ് ദീസ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഷോർട്ട് കട്ട് കീ ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറണ്ട് പ്രസൻറ്റേഷൻ? നമ്മുടെ കറണ്ട് പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+N, Ctrl+M, Ctrl+A, Ctrl+S, Ctrl+A. ഏതാണ്? Ctrl+N നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് Ctrl+N. അപ്പോൾ Ctrl+M ആണ് ഒരു കറൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷനിൽ. ഇപ്പോൾ ഇതിനകത്ത് ഒരു സ്ലൈഡ് ഉണ്ട്, ഇനി ഒരു സ്ലൈഡ് കൂടി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? Ctrl+M കൊടുത്താലാണ് പുതിയ ഒരു സ്ലൈഡ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ Ctrl+M കൊടുത്താൽ പുതിയ പ്രസൻറ്റേഷനാണ് ഓപ്പൺ ആകുന്നത്. Ctrl+S എല്ലാവർക്കും അറിയാം എന്താ, സെയിം ആണ്. Ctrl+A സെലക്ട് ഓൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റ് ഓൺ ദ സ്ലൈഡ്സ് ദാറ്റ് ഹോൾഡ് ടെക്സ്റ്റ് ആർ. എന്താ, നമ്മൾ സ്ലൈഡിനകത്ത് ടെക്സ്റ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ പറയുന്ന പേരെന്താണ്? പ്ലേസ് ഹോൾഡർ ആണോ, ഒബ്ജക്റ്റ് ഹോൾഡർ ആണോ, അതോ ഓട്ടോ ലേഔട്ട് ആണോ, ടെക്സ്റ്റ് ഹോൾഡർ ആണോ? എന്താ, നമ്മൾ ആദ്യമേ പഠിക്കുമ്പോൾ തന്നെ പറയും ഇതാണ് സ്ലൈഡ്. സ്ലൈഡിനകത്ത് ഇവിടെ നമുക്ക് എന്താ, ഇവിടെ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ഇമേജസിനേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിന് എന്താണ് പറയുന്നത്? പ്ലേസ് ഹോൾഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പ്ലേസ്
ഹോൾഡർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the slide that is used to introduce a topic and set the tone for the presentation is called. അപ്പം നമ്മൾ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്ലൈഡിനെ പറയുന്ന പേരെന്താണ്? ടേബിൾ സ്ലൈഡ് ആണോ, ഗ്രാഫ് സ്ലൈഡ് ആണോ, ബുള്ളറ്റ് സ്ലൈഡ് ആണോ, ടൈറ്റിൽ സ്ലൈഡ് ആണോ, ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇതിലൊരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ടൈറ്റിൽ സ്ലൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ യു ആഡ് ടൈം ടു ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ? ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് എങ്ങനെ ടൈം ആഡ് ചെയ്യാം? സ്ലൈഡ് ഷോ മെനു യൂസ് ചെയ്തിട്ടാണോ, റിഹേഴ്സ് ടൈമിംഗ് കൊടുത്തിട്ടാണോ, സ്ലൈഡ് ട്രാൻസിഷൻ യൂസ് ചെയ്തിട്ടാണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? ടൈമിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാണ് യൂസ് ചെയ്യുന്നത്? റിഹേഴ്സ് ടൈമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു വാണ്ട് യുവർ ലോഗോ ഇൻ ദ സെയിം പൊസിഷൻ ഓൺ എവരി സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ഇറ്റ് ഓൺ ദി. അതായത് നമുക്കൊരു ലോഗോയോ ഇമേജോ ഒക്കെ എവിടെയാണ്, നമ്മുടെ എല്ലാ സ്ലൈഡിലും ഒരേ പൊസിഷനിൽ തന്നെ വരണമെങ്കിൽ നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഹാൻഡ് ഔട്ട് മാസ്റ്ററിലാണോ, നോട്ട്സ് മാസ്റ്ററിലാണോ, സ്ലൈഡ് മാസ്റ്ററിലാണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? എവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്? സ്ലൈഡ് മാസ്റ്ററിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ പോയിന്റ് വ്യൂ ദാറ്റ് ഡിസ്പ്ലേ ഒൺലി ടെക്സ്റ്റ്. അതായത് ടൈറ്റിൽ ആൻഡ് ബുള്ളറ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു വ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടെക്സ്റ്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ടൈറ്റിൽസും അതിൻ്റെ ബുള്ളറ്റഡ് ലിസ്റ്റും മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതേതാണ്? സ്ലൈഡ് ഷോ ആണോ, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണോ, നോട്ട്സ് പേജ് വ്യൂ ആണോ, ഔട്ട്ലൈൻ വ്യൂ ആണോ? ഏതാണ്? ഔട്ട്ലൈൻ വ്യൂ ആണ്. ഔട്ട്ലൈൻ വ്യൂവിൽ നമുക്ക് ആ ഒരു സ്ലൈഡിനകത്തുള്ള ടൈറ്റിൽസും അതുപോലെ തന്നെ ബുള്ളറ്റഡ് ലിസ്റ്റും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത്, എ ഫയൽ വിച്ച് കണ്ടെയ്ൻ റെഡിമെയ്ഡ് സ്റ്റൈൽസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോർ എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് സ്റ്റൈൽസിനെ എന്താണ് പറയുന്നത്? ആ റെഡിമെയ്ഡ് സ്റ്റൈൽസ് അടങ്ങിയിട്ടുള്ള ആ ഫയൽസിനെ എന്താണ് പറയുന്നത്? നമ്മൾ ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ചില റെഡിമെയ്ഡ് സ്റ്റൈൽസ് അതിനകത്തുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്ലൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു? ഓട്ടോ സ്റ്റൈലാണോ, ടെംപ്ലേറ്റ് ആണോ, വിസാർഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ടെംപ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എവിടെയാണ് നമ്മുടെ ടെംപ്ലേറ്റ്സ് വരുന്നത്? കണ്ടോ, ഇങ്ങനെ വരുന്നതാണ് എന്ത്? ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടെംപ്ലേറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത്, വിച്ച് ഈസ് ദി ഡീഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ ഫോർ നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ ആൻഡ് ഹാൻഡ് ഔട്ട്സ്? അപ്പം നോട്ട്സ് പേജിൻ്റെയും ഔട്ട്ലൈൻ്റെയും അതുപോലെ തന്നെ ഹാൻഡ് ഔട്ട്സിൻ്റെയൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള പേജ് ഓറിയൻറ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സ്ലൈഡ്സിൻ്റെ ഡീഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതാണ്? നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ അതുപോലെ തന്നെ ഹാൻഡ് ഔട്ട്, ഇതിൻ്റെയൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള പേജ് ഓറിയൻറ്റേഷൻ ഏതാണ്? വെർട്ടിക്കൽ ആണോ, ലാൻഡ്സ്കേപ്പ് ആണോ, പോർട്രേറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് ആൻസർ? പോർട്രേറ്റ് ആണ്. നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ, ഹാൻഡ് ഔട്ട്സ് ഇതിൻ്റെയൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള പേജ് ഓറിയൻറ്റേഷൻ. ഇനി, വാട്ട് ആർ ദ സിംബൽസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഐറ്റം ഇൻ എ ലിസ്റ്റ്? ഒരു ലിസ്റ്റിലുള്ള ഐറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിംബൽ ഏതാണ്? ഐക്കൺസ് ആണോ, മാർക്കേഴ്സ് ആണോ, ബുള്ളറ്റ് ആണോ, ഗ്രാഫിക്സ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ബുള്ളറ്റ്സ്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബുള്ളറ്റ്സ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അടുത്തത്, ടു ആഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ടു യുവർ ഹാൻഡ് ഔട്ട് യു ക്യാൻ യൂസ്. നമ്മുടെ ഹാൻഡ് ഔട്ടിൽ ഹെഡറും ഫൂട്ടറും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ടൈറ്റിൽ മാസ്റ്റർ ആണോ, സ്ലൈഡ് മാസ്റ്റർ ആണോ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണോ? ഏതാണ് ആൻസർ? ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണ് യൂസ് ചെയ്യുക. നമ്മുടെ ഹാൻഡ് ഔട്ട്സിൽ ഹെഡറും ഫൂട്ടറും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഹാൻഡ് ഔട്ട് മാസ്റ്റർ യൂസ് ചെയ്യുക. അപ്പം ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്